നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 3:9. യഹോവേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഈ വാക്യത്തിൽ യഹോവയോട് പറയുന്ന കാര്യമാണ് പറയുന്നത്. അതായത് യഹോവയോട് അങ്ങ് അരുൾ ചെയ്യണമേ, അങ്ങ് എന്ത് പറഞ്ഞാലും അടിയൻ അനുസരിക്കാം. അതായത് ദൈവത്തോടുള്ള അനുസരണശീലമാണ് ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചനസമീക്ഷയിലേക്ക് സ്വാഗതം. യഹോവയോടുള്ള അനുസരണം അത് നല്ലൊരു ദൈവപൈതലിന് എപ്പോഴും വേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ യഹോവയെ അനുസരിച്ച ദൈവത്തോട് അനുസരണശീലമുള്ള ഒരുപാട് പേരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പേരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബൈബിളിലെ ഏറ്റവും കൂടുതൽ അനുസരണശീലമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ശമൂവേൽ ബാലനെ. ശമൂവേൽ ബാലനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കിന്ന് ഹന്നയെയും ശമൂവേൽ ബാലനെയും കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും കൂടുതൽ ഒരു ദൈവവുമായിട്ട് വളരെയധികം ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരയുകയും തനിക്ക് എന്താണ് ആവശ്യം അത് ദൈവത്തോട് നിരന്തരം കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് നേടിയ ഒരു സ്ത്രീയാണ് ഹന്ന. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കൂടിയാണ് ഹന്ന. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു എന്നൊരു കാരണം കൊണ്ട് ഒരുപാട് പേർ ഹന്നയെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഒരുപാട് പേരുടെ മുന്നിൽ ഹന്ന നാണം കെടുമായിരുന്നു. അങ്ങനെ ഹന്ന ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ചു. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതിന് ശേഷം തനിക്ക് കാത്തിരുന്ന് കിട്ടിയ മകനാണ് ശമൂവേൽ. ആ സമയത്ത് ഹന്ന ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ആൺകുട്ടിയെ തരുകയാണെങ്കിൽ ഞാൻ അവനെ ദൈവവേലയ്ക്കായി ദൈവാലയത്തിന് സമർപ്പിക്കാമെന്ന്. അതുപോലെ തന്നെ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ, ഹന്ന ആഗ്രഹിച്ചതുപോലെ ഹന്നയ്ക്കൊരു മകനെ ലഭിച്ചു. അവൻ്റെ പേരാണ് ശമൂവേൽ. ഹന്ന അവനെ വളരെയധികം ദൈവത്തിൻ്റെ വചനങ്ങളും നല്ല അനുസരണത്തിലും വളർത്തി. അത് അവൻ്റെ ജീവിതത്തിൽ ഓരോ വയസ്സ് കൂടുമ്പോഴും അനുഗ്രഹമായി തന്നെ ഇരുന്നു. അങ്ങനെ ശമൂവേൽ വളർന്നു. പൈതലായിരിക്കുമ്പോൾ തന്നെ ഹന്ന അവനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി. അന്നത്തെ സമയത്ത് ആ ദൈവാലയത്തിലെ പുരോഹിതനായിരുന്ന ഏലിക്ക് സഹായിക്കാനും ഏലിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുവാനും അങ്ങനെ ദൈവാലയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആ ചെറിയ പ്രായത്തിൽ തന്നെ ശമൂവേലിനെ ദേവാലയത്തിൽ ഏലിയുടെ ഒരു ശിഷ്യനായിട്ട് ഹന്ന ഏൽപ്പിക്കുകയാണ്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഏലിയമ്മ വർഗീസ് അല്ലേ ആൻറ്റി? ഓക്കെ ആൻറ്റി. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാമ്പാടി. ഓക്കെ ആൻറ്റി, ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ? ആ, ഓക്കെ ആൻറ്റി. അപ്പോൾ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇപ്പോൾ? ഭർത്താവ്, മകൻ, പെൺമക്കള് സ്കൂളിലെ ജോലികളാ കെട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 സ്ത്രീകളും തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? 2 സ്ത്രീകൾ, മരിച്ച കുഞ്ഞ് അവിടെ കാണുന്നു, ജീവനുള്ള കുഞ്ഞ് എന്റേതാണെന്ന് 2 സ്ത്രീകൾ തമ്മിൽ ബാധിച്ചു. തർക്കം. അത് കറക്റ്റാണ്. ജീവനുള്ള കുട്ടി അവരുടേതാണ്, ഓരോരുത്തരും തർക്കിച്ചു. കറക്റ്റാണ് കേട്ടോ ആൻറ്റി ആൻസർ. ഓക്കെ ആൻറ്റി, ഇന്നൊരു പാട്ട് പാടുന്നോ? പാടുന്നുണ്ട്. ഓക്കെ ആൻറ്റി. ഓക്കെ, എന്നാലും ഒരു പാടിക്കോട്ടോ. എന്നോ തീരും എൻ വേദനകൾ ആകുലത്തിൽ ആശ്വസിപ്പാൻ ആവശ്യം മേലിലാശ്രയിപ്പാൻ
അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ ഈ പാരിടത്തിൽ എൻ പ്രാണനാഥനെന്നു വരും എന്നു തീരും എൻ വേദനകൾ പ്രിയരെല്ലാം കൈവിടുമ്പോൾ പ്രതികൂലമായി മാറിയിടുമ്പോൾ പ്രിയരെല്ലാം കൈവിടുമ്പോൾ പ്രതികൂലമായി മാറിയിടുമ്പോൾ പ്രാണപ്രിയാകും പ്രാണിയെ നീയും കൈവിടുമോ. അനി നന്നായിട്ട് പാടി കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ് ആരാണെന്ന് ശലോമോന് എങ്ങനെയാണ് മനസ്സിലായത്? ഒരു വാഴ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ രണ്ടായി കയറി ഒന്ന് ഒരാൾക്കും മറ്റേ കഷ്ണം മറ്റാൾക്കും കൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. കൊടുത്ത് രാജാവ് കൊണ്ട് അങ്ങനെ അന്നേരം ജീവനുള്ള മാതാവിന്റെ കുഞ്ഞിന്റെ മാതാവ് പറഞ്ഞു, അയ്യോ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അതിനെ അവൾക്ക് കൊടുത്തു കൊള്ളുകയെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റവളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ജീവനുള്ള മാതാ കുഞ്ഞിന്റെ അമ്മയെ കണ്ടുപിടിച്ചു. അതെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. ജീവനുള്ള കുഞ്ഞിനെ കൊല്ലുവാൻ അവൾ സമ്മതിച്ചില്ല. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആൻറ്റി, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ് അല്ലാത്തവൾ പറഞ്ഞത് എന്തായിരുന്നു? അതിന്റെ രണ്ടായിട്ട് പോകത്തെ ഒരു വർഷം അവർക്കും ഒരു വർഷം ഇവർക്കും കൊടുത്തേ എന്ന് പറഞ്ഞു. അതെ, എനിക്കും വേണ്ട നിനക്കും വേണ്ട കുഞ്ഞിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ ഇന്ന് ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അന്ന കേൾക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അന്നയെ മറ്റേ സ്ത്രീ പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എൽക്കാന അന്നയെ നന്നായി സ്നേഹിച്ചിരുന്നെങ്കിലും എൽക്കാനായിക്ക് അന്നടായിരുന്നു. അന്ന പോയി മൗനമായി ദേവാലയത്തിൽ ചെന്ന് ഏലിപുരോഹിതന്റെ ഉള്ള ദേവാലയത്തിൽ ചെന്ന് മൗനമായി നിശബ്ദമായി പ്രാർത്ഥിച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അതിനെ ദൈവത്തിനായി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നയ്ക്ക് അന്നത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു കുഞ്ഞിനെ കൊടുത്തു. ശമൂവേൽ അന്നയുടെ പ്രാർത്ഥന കേട്ടു. അന്ന എല്ലാം സഹിച്ചു പരിഹസിച്ച് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ സ്ത്രീയെ പരിഹസിക്കുന്നത് എല്ലാം സഹിച്ചു. അന്ന അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് അന്നയെ കുറിച്ച് പറയുന്നു. അതെ അതെ, എല്ലാവരും പരിഹസിച്ചപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അന്ന പ്രാർത്ഥിച്ചു, അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊടുക്കുകയും ചെയ്തു. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, രാജാവ് കൽപ്പിച്ച വിധി കേട്ടിട്ട് ജനം എന്താണ് പറഞ്ഞത്? ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട അവനെ ഭയപ്പെട്ടു. അങ്ങനെയൊക്കെയും ജനം പറഞ്ഞു. രാജാവ് വിധിച്ച കൽപ്പി ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് അവനെ ഭയപ്പെട്ടു. അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ടെന്ന് രണ്ടാമനെ കണ്ട് ഭയപ്പെട്ടു. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും ആൻറ്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഏലിയാമ്മ വർഗീസ് ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു. നല്ലൊരു പാട്ടുപാടി ഹന്നയെക്കുറിച്ച് പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ശമൂവേൽ ബാലൻ
ഏലി പുരോഹിതന്റെ അടുക്കൽ ദേവാലയത്തിലെത്തി ആ ആലയത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഏലി പുരോഹിതനാണെങ്കിൽ വളരെയധികം പ്രായം ചെന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശമൂവേൽ ബാലൻ എല്ലാ കാര്യങ്ങളും വളരെയധികം കൃത്യമായി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം രാത്രി ശമൂവേൽ ബാലൻ കിടന്നുറങ്ങുമ്പോൾ ശമൂവേലേ ശമൂവേലേ എന്നൊരു വിളി കേട്ടു. അപ്പോൾ പെട്ടെന്ന് ശമൂവേൽ കരുതി തന്നെ ഏലി പുരോഹിതൻ വിളിക്കുന്നതാണെന്ന് കരുതി പെട്ടെന്ന് ആ ഏലി പുരോഹിതൻ്റെ അടുക്കിലേക്ക് പോയിട്ട് എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരും തനിക്ക് തോന്നിയതാകും എന്ന് കരുതിയതിന് ശേഷം ശമൂവേൽ പോയി കിടന്നുറങ്ങി. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ കണക്ക് ശമൂവേലിനെ ആരും വിളിക്കുന്നത് പോലെ തോന്നി. ഉറക്കത്തിൽ നിന്ന് വീണ്ടും ഏലി പുരോഹിതൻ്റെ അടുത്തെത്തി. അങ്ങനെ 2ാം തവണയായി. 3ാം തവണയും ഇതേ കണക്ക് ശമൂവേൽ ബാലൻ ഏലി പുരോഹിതൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഏലി പുരോഹിതന് ഒരു സംശയം തോന്നിയിട്ട് പറഞ്ഞു, ഇനി നീ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ, നിന്നെ ആരെങ്കിലും വിളിക്കുന്നു എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ പറയണം, അടിയൻ ഇത് അടിയനോട് പറയണമേ എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ശമൂവേൽ ബാലൻ പോയി കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ കണക്ക് തന്നെ ആരോ വിളിക്കുന്നത് പോലെ ഉള്ളിൽ നിന്നൊരു തോന്നൽ. ആ വിളി കേട്ട ഉടനെ തന്നെ ശമൂവേൽ ബാലൻ പറഞ്ഞു, അടിയൻ ഇതാ അടിയന് പറയണേ എന്ന കാര്യം ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ ഒരു സൗണ്ട്, ഒരു കാര്യം ഈ ശമൂവേൽ ബാലനോട് പറഞ്ഞു, ഏലി പുരോഹിതൻ്റെ മക്കൾ ഒരുപാട് അക്രമങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും എന്ന് മാത്രം പറഞ്ഞു. നമുക്ക് വീണ്ടും ഒരു കോള് വരുന്നുണ്ട്, ആരാണെന്ന്. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എരുമേലി എന്നാണല്ലേ? ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പം ഞാനും എന്റെ ഹസ്ബൻഡും ഉള്ളു. ഇപ്പൊ ഞാൻ തന്നെ ഉള്ളു, പുള്ളിക്കാരൻ വെളിയിലോട്ട് പോയാ. മക്കളൊരാള് അവളുടെ കല്യാണം കഴിഞ്ഞ് അവള് സെയിന്റ് ജെയിംസ് കോളേജിൽ പഠിപ്പിക്കുന്നു, പുതുപ്പള്ളിയില്. അവിടെ അവളെ കെട്ടിച്ചതാ. എന്താ അവിടെയാണ് അവളെ കല്യാണം. മകളുടെ പേരെന്താ? മകളുടെ പേര് അനു മേരി ജോൺ. ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാത്രിയിൽ സ്വപ്നത്തിൽ യഹോവ ശലോമോന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഏതാണ്? ഗിബെയോൻ. അതെ, കറക്റ്റാണ്, ഗിബെയോൻ. ഓക്കെ. ആന്റി വചന സമീക്ഷ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം ആദ്യമായിട്ടൊന്ന് വിളിച്ചായിരുന്നു. ആണോ? അന്നേരം എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്നായിരുന്നു വിളിച്ചത്. ഓക്കെ. അപ്പോ ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടാനുള്ള ഒരു നല്ല സൗണ്ട് അല്ല എനിക്കുള്ളത്. അതുമല്ല ഈണവും കുറവാണ്. പാട്ട് ആസ്വദിക്കും, പാടുന്നത് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പാടാൻ അത്ര ഒരു ട്യൂണില്ല. ആണോ? എങ്കിലും ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. 2ാമത്തെ ക്വസ്റ്റ്യൻ, സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യഹോവ ശലോമോനോട് എന്തു ചോദിച്ചു കൊള്ളാനാണ് ആവശ്യപ്പെട്ടത്? ശലോമോനോട് നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം ശലോമോനോട് അരുളി ചെയ്തു. അതെ, കറക്റ്റാണ്. നിനക്ക് വേണ്ട വരം കറക്റ്റാണ് കേട്ടോ എൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആൻറ്റി. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഒരു പുരുഷ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? പുരുഷ കഥാപാത്രങ്ങൾ പലരെ ഇഷ്ടമാണ്. എന്നിരുന്നാലും പഴയ നിയമത്തിൽ ഏലിയാവിനെ എനിക്ക് ഇഷ്ടമാണ്. പുതിയ നിയമത്തിൽ പൗലോസായ പൗലോസിനെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി എല്ലാരും തന്നെ ഇഷ്ടമാണ്. എന്നാലും ഇച്ചിരി എടുത്ത് പറയത്തക്കത് ഏലിയ പ്രവാചകനെ ഒത്തിരി ഇഷ്ടമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ പൗലോസിനെ ഇഷ്ടമാണ്. പൗലോസിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? പൗലോസ് ക്രിസ്ത്യാനികളെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ അതിനുവേണ്ടി പോയപ്പോഴാണ്
യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോൾ ശൗലിന് കർത്താവ് പറഞ്ഞു ഉപദ്രവിക്കുന്ന ക്രിസ്തു ആവുന്നു ഞാനെന്ന്. പിന്നെ അതിനുശേഷം ചെയ്ത പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കർത്താവിന്റെ ശിഷ്യനിൽ അതിശ്രേഷ്ഠനായ വ്യക്തിയാണെന്ന് അതനുസരിച്ച് തന്റെ ജീവിതം ബലി കഴിച്ചു എന്ന് നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ 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 ആൻറ്റി, നല്ലൊരു വ്യക്തിയാണ്. ബൈബിളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ബൈബിളിലെ സുവിശേഷം കഴിഞ്ഞ് പിന്നെ വായിക്കുന്നത് മുഴുവനും പൗലോസ് അപ്പോസ്തലന്റെ ഒത്തിരി 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 കാര്യങ്ങൾ. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആൻറ്റി, ഇസ്രായേൽ ജനം ആരുടെ ജനം ആണെന്നാണ് ശലോമോൻ പറഞ്ഞത്? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ യഹോവയുടെ ജനം ആണെന്നാണ് ശലോമോൻ പറഞ്ഞത്. അതെ, കറക്റ്റാണ്. ദൈവത്തിന്റെ. ഓക്കെ ആൻറ്റി, അപ്പോൾ 3 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു. ഇനി ആൻറ്റി ബൈബിളിൽ ഇപ്പോൾ പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ, അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒരുപാട് അത്ഭുത പ്രവർത്തികൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുത പ്രവർത്തികളും ഒന്നിനൊന്ന് വളരെ നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നതാണ്. ആദ്യത്തേത് തന്റെ അമ്മയുടെ വാക്ക് കേട്ട് തന്റെ സമയം വന്നില്ല എങ്കിലും കാനാവിലെ കല്യാണത്തിന് അവിടുത്തെ ആ പോരായ്മ മനസ്സിലാക്കി അമ്മ പറഞ്ഞപ്പോൾ അമ്മയുടെ വാക്ക് കേട്ട് ചെയ്തത് ഒരു വലിയ അത്ഭുത പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണല്ലേ എപ്പോഴും. അല്ലെങ്കിലും യേശുവിന്റെ അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കാനായിലെ വിവാഹ വിരുന്നാണ്. ആദ്യം, അതായത് എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ വീട്ടിലെ കുറവ് കണ്ട അമ്മ അമ്മ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് പോലെ അവിടുത്തെ കുറവ് നികത്തി കൊടുത്തു. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ആൻറ്റി, അവസാന ചോദ്യം. ഗിബയോനിൽ വച്ച് ശലോമോൻ യഹോവയോട് ചോദിച്ച വരം എന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഗിബയോനിൽ വെച്ച് ശലോമോൻ ദൈവത്തോട് ചോദിച്ച വരമല്ലേ? അതെ. ദൈവത്തോട് ചോദിച്ച വരം നിനക്ക് ചോദിച്ച വരം എന്താന്ന് ചോദിച്ചാൽ, നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്ത വലിയൊരു ജാതിയായ ഈ ജനത്തെ, നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആയതിനാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വേണ്ട വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്നാണ് പറഞ്ഞത്. അതെ അതെ, കറക്റ്റാണ്. വിവേകമുള്ള ഹൃദയം. ഓക്കെ, അപ്പോൾ ആൻറ്റി 4 ക്വസ്റ്റ്യന് ഇന്ന് ആൻറ്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അന്നമ്മ ജോൺ ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആൻറ്റി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ശലോമോൻ ദൈവത്തോട് പറഞ്ഞു, അടിയനോട് അരുളി ചെയ്യണമേ എന്ന്. അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ആ അരുളപ്പാട് ശലോമോൻ്റെ കാതുകളിലെത്തി. മറ്റൊന്നുമല്ലായിരുന്നു, ഏലി പുരോഹിതൻ്റെ മക്കളെക്കുറിച്ചായിരുന്നു. അവർ ഒരുപാട് അക്രമങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ദൈവഹിതമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയും ദൈവം കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഏലി പുരോഹിതൻ്റെ മക്കൾക്ക് ദൈവം ശിക്ഷ കൊടുക്കും എന്നൊരു കാര്യം ശലോമോനോട് പറയുകയായിരുന്നു. ശലോമോൻ ഇത് കേട്ടിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഏലി പുരോഹിതനോട് പോയി കാര്യം പറയുകയുണ്ടായി.
ഇന്നലെ രാത്രി ഞാൻ കേട്ടത്, എന്നെ ആരോ വിളിക്കുന്നു എന്ന് ഒരു സൗണ്ട് ഞാൻ കേട്ടത്, അത് മറ്റാരുമല്ലായിരുന്നു, അത് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് എന്നോട് പറയുവാനുണ്ടായിരുന്നു ദൈവത്തിന്. അതായിരുന്നു, അങ്ങയുടെ മക്കൾക്ക് ആപത്ത് വരാൻ പോകുന്നു, അവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവഹിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും എന്നൊരു കാര്യം എന്നോട് പറഞ്ഞു എന്ന് ഏലി പുരോഹിതനോട് പറയുന്നുണ്ട്. ഏലി പുരോഹിതന് അറിയാവുന്ന കാര്യമാണ് തൻ്റെ മക്കളെക്കുറിച്ച്, അവർ ചെയ്യുന്ന ദൈവഹിതമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏലി പുരോഹിതന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണെന്ന് ശമൂവേലിനോട് പറയുന്നുമുണ്ട്. അപ്പോൾ ശമൂവേലിന് മനസ്സിലാവും, കാരണം ദൈവം വലിയൊരു അരുളപ്പാട് തന്നോട് പറഞ്ഞു. ദൈവത്തിന് താൻ പ്രിയപ്പെട്ടവനായി മാറി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ തന്നെ ശമൂവേൽ ചിന്തിക്കുന്നുമുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് വത്സല ജോസഫ്. വത്സല ആൻറ്റി എവിടുന്നാ വിളിക്കുന്നത്? വട്ടപ്പാറ, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ വട്ടപ്പാറ. ഓക്കെ ആൻറ്റി, ഓക്കെ. അപ്പോൾ ഈ വചന സമീക്ഷ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, ഇതിനു മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ആൻറ്റിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളും, മോളും മോനും. മോളെ കല്യാണം കഴിഞ്ഞു, അവര് കുടുംബമായിട്ട് വിദേശത്താണ്. മോൻ കല്യാണം കഴിഞ്ഞില്ല, വീട്ടിൽ കൂടെ ഉണ്ട്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്ന നാഥാന്റെ മകൻ ആരായിരുന്നു? സാബൂദ്. കറക്റ്റാണോ? ആൻസർ കറക്റ്റാണ്, സാബൂദ്. ഓക്കെ, അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജഗൃഹ വിചാരകൻ ആരായിരുന്നു? അഹീഷാർ. അതെ, കറക്റ്റാണ്, അഹീഷാർ. ആന്റി പാട്ട് പാടാറുണ്ടോ? പാടോ? എന്നാ ഒരു പാട്ട് പാടാമോ? ഓക്കെ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓക്കെ ആന്റി, നല്ല പാട്ടായിരുന്നു. ആന്റി നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിർബന്ധിത ജോലിക്കാരുടെ മേൽ വിചാരകൻ ആരായിരുന്നു? അബ്ദയുടെ മകൻ അദോനിയരാം. അതെ, കറക്റ്റാണ്, അബ്ദയുടെ മകനായ അദോനിരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് ആൻറ്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ?
അബ്രഹാമിന് ഇഷ്ടമാണ്. അബ്രഹാം. വാർദ്ധക്യത്തിൽ കിട്ടിയ ആ മകനെ ദൈവം ചോദിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാൻ യാതൊരു മടിയും കൂടാതെ തന്നെ നൽകി. ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണോ അബ്രഹാമിനെ ഇഷ്ടം? ആ, വിശ്വാസികളുടെ പിതാവ് ഇഷ്ടമാണ്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോവാം. ഓക്കെ, അവസാന ചോദ്യം. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും എത്ര ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു? 12. ഉറപ്പാണോ? ആ, ഉറപ്പ്. എങ്കിൽ ആൻസർ കറക്റ്റാണ്, 12. ഓക്കെ ആൻറ്റി, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. വട്ടപ്പാറയിൽ നിന്നും വത്സല ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നല്ലൊരു പാട്ട് പാടി. അതുപോലെ തന്നെയാണ് 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശലോമോൻ ഏലി പ്രവാചകനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടിയും ഏലി പ്രവാചകൻ നൽകുകയുണ്ടായി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരണയോടെ കേൾക്കുവാനുള്ളൊരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അത് ദൈവം മാത്രമല്ല, നമ്മളോട് ആര് എന്ത് കാര്യം പറഞ്ഞാലും അതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്, അത് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നല്ലൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് താൻ കേട്ട കാര്യങ്ങൾ അത് മറ്റുള്ള ഒരു വ്യക്തിയോട് പറയുന്നൊരു ശീലം. ദൈവവചനങ്ങൾ നമ്മൾ ഇതുപോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ, അത് എല്ലാവർക്കും പകർന്നു നൽകിയാൽ അത് എപ്പോഴും അനുഗ്രഹമായി തീരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.